എല്ലാവർക്കും ശേഷം സുഖം വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ പുറകെ ഇരിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടുള്ള ഈ സാധനം ഉണ്ടാക്കാൻ വേണ്ടി നോക്കുവാണ്. അത് ഞാനൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുവാണ്. എങ്ങനെ കമ്മൂട്ടായെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പം എല്ലാവർക്കും വിനായക ചതുർത്ഥി ആശംസകൾ. ഓക്കെ. അപ്പം ഞാനിതൊരു സിമ്പിൾ ഡിഷാക്കി ഉണ്ടാക്കണമെന്നൊക്കെ വിചാരിച്ച് തുടങ്ങിയതാണ്. പക്ഷേ ഇത് ഓരോ സാധനങ്ങൾ ആഡ് ചെയ്ത് വന്നപ്പം വെറും 3 സാധനം ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കേണ്ട ഒരു റെസിപ്പി ആയിരുന്നു ഈ മനസ്സിൽ ഉദ്ദേശിച്ചത്. പക്ഷേ ചെയ്ത് വന്നപ്പോൾ അത് ഒത്തിരിയായിപ്പോയി. അപ്പം ഞാൻ ഒരു ഹാഫ് കപ്പ് കാഷ്യൂനട്ട് എടുത്തിട്ട് ഞാൻ മിക്സിയുടെ ജാറിനകത്ത് ഇട്ടാൽ നോക്കി. അപ്പോഴാണ് മിക്സിയിൽ അത് പൊടിയുന്നില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്താക്കിയിട്ടു. അപ്പം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ബ്രൗൺ ഷുഗറാണ് ഇടുന്നത്. ഞാനിപ്പം അരക്കപ്പ് ഒരു 1/4 കപ്പ് ഇട്ടിട്ടുണ്ട്. അത്രയൊന്നും ആവശ്യമില്ല. നല്ല മധുരമുണ്ട് ഉണ്ടാക്കി കഴിഞ്ഞപ്പം. അപ്പം പിന്നെ ഇത് ഞാൻ അതിനകത്തേക്ക് ഇത് ഒരു അരക്കപ്പ് പാലും കൂടെ നമ്മുടെ വോൾ മിൽക്കാണ് കേട്ടോ, അത് ഒഴിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് മോദകം ഗണപതിക്ക് ഉണ്ടാക്കാനായിട്ടാണെങ്കിൽ നിങ്ങളൊരു എന്താ പറയുക, അരക്കപ്പ് കാഷ്യൂനട്ടും ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗറും ഒരു 1 ടേബിൾ സ്പൂൺ മിൽക്ക് ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് മോദകം ഉണ്ടാക്കാം. ഞാൻ അങ്ങനെയൊക്കെ മനസ്സിലൊക്കെ വിചാരിച്ചു. പക്ഷേ ഇട്ടിട്ട് വന്നപ്പോൾ ഒത്തിരി സാധനം ഇപ്പം ഞാൻ ഓർത്തേക്കാലൊന്നും വിശാലമായിട്ടങ്ങ് പോഷായിട്ടങ്ങ് ഉണ്ടാക്കാമെന്ന്. അപ്പം ഞാൻ കുറച്ച് ഡേറ്റ്സ് ഇട്ടു, പിന്നെ കുറച്ച് ആൽമണ്ട്സ് ഇട്ടു, പിന്നെ കുറച്ച് പിസ്താഷ്യോ ഇട്ടു. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് 5 ഇടണോ 10 ഇടണോ ഒക്കെ നിങ്ങൾ തീരുമാനിക്കുക, എന്തോരം ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ച്. അപ്പം ഞാൻ അത്രയും ഇട്ടു. അപ്പം ഇതാണ് നമ്മുടെ മോദകത്തിൻ്റെ അച്ചയം. പണ്ട് ടെമ്മുവിൽ നിന്ന് മേടിച്ചാണ്. ഇതിനിങ്ങനെ ഓപ്പണിങ് 2 ഉള്ളൂ. സാധാരണ നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കും 3 ഉള്ളൂ. അപ്പോൾ അത് കുറച്ചും കൂടെ മുഴുത്തതാകും. അപ്പം ഞാൻ കുറച്ച് ഓയിൽ അതിലേക്ക് അപ്ലൈ ചെയ്യുവാണ്, അന്നേരം പെട്ടെന്ന് വിട്ട് കിട്ടാനായിട്ട്. ഞാൻ ഒറ്റ പ്രാവശ്യം ഓയിൽ അപ്ലൈ ചെയ്തുള്ളൂ. അത് കഴിഞ്ഞിട്ടൊന്നും ഓയിൽ അപ്ലൈ ചെയ്യേണ്ടി വന്നില്ല. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ശരിക്കും ടൈറ്റായിട്ടത് പിടിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ മിക്സ് ചേർക്കുക. അതാണ് എൻ്റെ പ്ലാന്. ഓക്കെ, ഞാനിത് അകത്ത് വെക്കുവാണ് ആ മിക്സ്. അപ്പം ഞാൻ അതിനകത്ത് കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. 1 കപ്പ് വെള്ളമാണ് കേട്ടോ. അതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടാണ് തിളപ്പിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് അരിപ്പൊടി ഇടുവാണ്. ഏകദേശം ഒരു 2 കപ്പ് അരിപ്പൊടിയാണ് 1 കപ്പ് വെള്ളത്തിന് ഞാൻ ഇട്ടത്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് തന്നെ ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴത്തേനും ഇത് നന്നായിട്ട് വേകുകയും ചെയ്യും, നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും. അപ്പം നമുക്കൊരു പകുതി കുക്കിംഗ് ഇതിൻ്റെ അകത്ത് കഴിഞ്ഞു. മറ്റേതെല്ലാം നമ്മുടെ എന്താ പറയുക, ഡേറ്റ്സും നട്ട്സും അതെല്ലാം അത് അങ്ങനെ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് മാത്രം, ഇത് ഓൾറെഡി തന്നെ ഹാഫ് കുക്കായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് നമുക്ക് തണുത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതിൻ്റെ അകത്ത് മോൾഡിൻ്റെ അകത്ത് വയ്ക്കാം. ഓക്കെ, നന്നായിട്ട് ഇളക്കി കഴിയുമ്പോഴത്തേനും ഫുള്ള് റൈസ് പൗഡർ വാട്ടറിൻ്റെ അകത്ത് അബ്സോർവ് ആവും. എന്നിട്ട് നമുക്ക് കുറച്ച് തണുക്കാൻ വേണ്ടി വെക്കാം. ആ സമയം കൊണ്ട് കുറച്ച് തേങ്ങ ചിരണ്ടി എടുക്കാം. ഏകദേശം ഒരു 1/2 കപ്പ് തേങ്ങയാണ് ഞാൻ ചിരണ്ടി എടുക്കുന്നത്. നമ്മൾ സാധാരണ കൊഴുക്കട്ട ഉണ്ടാക്കുമ്പം അതിനകത്ത് ശർക്കരയും തേങ്ങയും ജീരകവും എന്താ പറയുക ഏലക്കപ്പൗഡറും ഇട്ടിട്ടില്ല. ഞാൻ അങ്ങനെയല്ല ഉണ്ടാക്കുന്നത്. അപ്പം ഇത് കുറച്ച് നേരം തണുക്കാൻ വെച്ചതിന് ശേഷം ഞാൻ പിന്നെ ചെറു ചൂട് സ്റ്റില്ല് വേണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ കുഴയ്ക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ഇളക്കി വയ്ക്കുവാണ്. കുറച്ച് വെള്ളം കൈ തൊട്ടിട്ട് അങ്ങ് ഇളക്കിയെടുത്തു. അപ്പോൾ അതിന് കുറച്ചത് എന്താ പറയുക, നമുക്ക് കുഴയ്ക്കാൻ എളുപ്പമുണ്ടായിരിക്കും. അപ്പം ഞാൻ ഈ മിക്സെല്ലാം കൂടെ ഈ ബോളിൻ്റെ അകത്തേക്ക് ആക്കിയിട്ട് നമുക്ക് എന്താ പറയുക, അതിനകത്ത് നിന്ന് കുറച്ച് ഒരു സ്പൂണിൻ്റെ അകത്തേക്ക് മിക്സാക്കി നമുക്ക് എടുക്കാനാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ ചിരണ്ടി വെച്ചിരുന്ന തേങ്ങ നമ്മുടെ നട്ട്സും ഫ്രൂട്ട്സിൻ്റെയും മിക്സിനകത്തേക്കൊന്ന് ഇളക്കി കൊടുക്കുന്നു. ഇൻസ്റ്റെഡ് ഓഫ് ശർക്കര നമ്മൾ എന്താ പറയുക, ഇതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം എന്നാ പറയുന്നത്, ഇനി നമ്മൾ ആ മോൾഡിൻ്റെ അകത്തേക്ക് നമ്മളുടെ അരിപ്പൊടിയില്ലേ അതൊന്ന് പ്രസ് ചെയ്ത് വെക്കുവാണേ. അപ്പം ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ മോൾഡ് ഇങ്ങനെ ശരിക്കും അമർത്തി പിടിച്ചിട്ട് തലതിരിച്ച് വെച്ചിട്ട് ആ ഹോളുള്ളതിൻ്റെ അകത്തേക്ക് നമ്മൾ എന്താ പറയുക, ഈ അരിപ്പൊടി അങ്ങോട്ട് അമർത്തി പ്രസ് ചെയ്യുന്നു. മൊത്തം നന്നായിട്ട് നല്ല തിക്കായിട്ടങ്ങ് ഫില്ല് ചെയ്യുന്നു, ഗ്യാപ്പൊന്നും ഇല്ലാത്ത വിധത്തിൽ. എന്നിട്ട് മുകളിൽ വരുന്ന കുറച്ച് ലെഫ്റ്റ് ഓവർ ഉണ്ട്, അതങ്ങ് കളയുന്നു. എന്നിട്ട് അതിൻ്റെ നടുക്ക് നമ്മുടെ ഫിംഗർ ഇട്ടിട്ട് ഒരു സ്പേസ് ഉണ്ടാക്കുന്നു നമ്മുടെ ഫില്ലിങ് വെക്കാനായിട്ട്. അപ്പോൾ അവിടുന്ന് ഒരു ടീസ്പൂണ് നമ്മുടെ ഫില്ലിങ് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് താഴത്തേക്ക് പ്രസ് ചെയ്യുന്നു. എന്നിട്ട് അതിന് ലെഫ്റ്റ് ഓവർ അതുപോലെ തന്നെ ഇങ്ങനെ വടിച്ചെടുക്കുന്നു.
അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ആ സമയത്ത് നന്നായിട്ട് മുറുക്ക പിടിക്കണേ, എന്നാലേ അത് കറക്റ്റായിട്ടൊന്ന് സെറ്റ് ആകത്തുള്ളൂ. എന്നിട്ട് പതുക്കെ ഇങ്ങോട്ടൊന്ന് ഓപ്പൺ ചെയ്യുമ്പം നമ്മുടെ അടിപൊളി സ്പെഷ്യൽ മോദകം ഈസ് റെഡി. ഗണപതിക്ക് വെക്കാനായിട്ട് ഞാനൊരു കുറച്ചെണ്ണം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. നമുക്ക് 3 ഉണ്ടാക്കാം, 6 ഉണ്ടാക്കാം, 9 ഉണ്ടാക്കാം. അപ്പം ഞാനൊരു ഏകദേശം 6 9 അത്രയൊക്കെയാണ് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം അതേ നമ്മളിങ്ങനെ തുറന്നെടുക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് കാണാം. പക്ഷേ ഇതൊരു ചെറിയ മോദകത്തിൻ്റെ അച്ചാണ്. വലിയ മോദകത്തിൻ്റെ ആണെങ്കിൽ കുറേ കൂടെ വലുതായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ സൈഡൊന്ന് ഒരു ഭംഗിയാക്കാൻ വേണ്ടി എക്സ്ട്രാ ഉള്ള പീസൊന്ന് എടുത്ത് കളഞ്ഞാൽ മതി. അപ്പോൾ എങ്ങനെയുണ്ട്? അടിപൊളി നമ്മുടെ മോദകം ഈസ് റെഡി. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് കുറച്ച് സാധനങ്ങൾ ഇട്ടും ഉണ്ടാക്കാം, മൊത്തം സാധനങ്ങളെല്ലാം കൂടെ ഇട്ടും ഉണ്ടാക്കാം. അപ്പം ഞാനിത് ഇഡ്ഡലി ചെമ്പിനകത്ത് ഇത് വെച്ച് സ്റ്റീം ചെയ്യാൻ വെച്ചു. അപ്പം ഷേപ്പില്ലാത്തതും ഷേപ്പുള്ളതും എല്ലാം കൂടി ഒരുമിച്ചാണ് വെച്ചത്. അപ്പം നമുക്ക് ഒരു പാത്രത്തിലേക്ക് എടുക്കാം. ആദ്യം നമ്മൾ ഗണപതിക്ക് ഉണ്ടാക്കിയത് കൊണ്ട് ഗണപതിക്കുള്ളത് എടുത്ത് നമുക്ക് പ്ലേറ്റിൽ വെച്ച് വിളക്ക് കത്തിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാം. ഓക്കെ, അപ്പോഴത്തേനും ഞാൻ എത്രയാണ് ഉണ്ടാക്കിയത്. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നാളെ രാവിലെ എല്ലാവരും ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്യുവാണ്, ഇന്ന് രാത്രി തന്നെ. ഇപ്പോൾ UK ഉള്ളവർക്ക് നാളെ ഇത് ഉണ്ടാക്കാം. അപ്പം ഇതിനകത്ത് കുറച്ച് ഞാൻ പറഞ്ഞ പോലെ ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് എല്ലാം ഇടാം, അല്ലാതെ നിങ്ങൾക്ക് ഉണ്ടാക്കാം എളുപ്പത്തിൽ. ഓക്കെ, അപ്പം എല്ലാവരുടെയും ഗണപതി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.